ഹായ്. ഞാനിന്നിവിടെ കാര്യമായിട്ടൊരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. വേറൊന്നുമല്ല, എൻ്റെ നാടായിട്ടുള്ള വില്യാപ്പള്ളി ടൗണിലുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ തെരുവ് നാശല്യം. തെരുവ് നാശല്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മാസം തന്നെ 2 തവണയായിട്ട് വില്യാപ്പള്ളി ടൗണിൽ വെച്ചിട്ട് ഒരു ദിവസം രാവിലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറെ നായി കടിച്ച്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു പെൺകുട്ടീൻ്റെ വഴി തന്നെ നായി വാങ്ങി, ആ പെൺകുട്ടീനെ കടിച്ച് പരിക്കേൽപ്പിച്ച്. കടിച്ച വിഷയം മാത്രമല്ല, വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം ഇത് ഓരോരുത്തരുടെ പിന്നാലെ ഓടുക, കടിക്കാൻ വേണ്ടി വരിക, ഈ വിഷയങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇവർക്കിപ്പം നല്ല സൗകര്യമാണ് വില്യാപ്പള്ളി ടൗണിൽ. ഭക്ഷണം നല്ല സുലഭമായി കിട്ടുന്നുണ്ട്. നിങ്ങൾ വില്യാപ്പള്ളി ടൗണിനടുത്തുള്ള വീടുകളിൽ വളർത്തുന്ന നായിനെയും വില്യാപ്പള്ളി ടൗണിലെ തെരുവ് നായ്ക്കളെ നോക്കുക. ആരോഗ്യപരമായിട്ട് നല്ല മുൻപന്തി തന്നെയാണ് വില്യാപ്പള്ളി ടൗണിലെ തെരുവ് നായ്ക്കളുള്ളത്. ഈ വിഷയം ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ ആദ്യമേ ഞാൻ പറയാം, തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. നാടിനെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടല്ല എന്താക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ള നായ്ക്കളെ തിരിക്കേണ്ടത്. നായ്ക്ക് കൊടുക്കുന്ന പരിഗണനൻ്റെ 100-ൽ ഒരു 1% നിങ്ങൾ മനുഷ്യന്മാർക്ക് കൊടുക്കുക. ഒരുപാട് പരാതികളൊക്കെ ഇതിനെതിരായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്തായാലും മറ്റാരായാലും ഒരു നിയമ നടപടിയും ഇതിനെതിരായിട്ട് എടുത്തിട്ടില്ല. താക്കീത് നൽകി വിട്ടേക്കുക. അതിനുശേഷം ഈ താക്കീതിന് ശേഷം എന്താക്കും, പിന്നെ ഇത് ശക്തമായി തുടരുക. എന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഫോൺ വിളിച്ചിട്ടും വേറെ ആളെ കൊണ്ട് വിളിപ്പിച്ചിട്ടും എല്ലാം ഭീഷണിപ്പെടുത്തുക. ഇങ്ങനത്തെ കുറച്ച് പരിപാടികളെല്ലാം നടത്തുന്ന ആളുകളുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വേലി തന്നെ വിളവ് തിന്നുവാന്നെല്ലാം പറയുന്നില്ലേ, അതുപോലെ തന്നെ ഈ ഒരു നാടിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു മെമ്പറാണ് ഇതിൽ മുൻപന്തിയിലുള്ള ഒരു വ്യക്തി എന്നുള്ളതാണ് അതിലും വലിയൊരു കോമഡി. ഒരു വാർഡ് മെമ്പറാണ് ഇതിൻ്റെ മെയിൻ ആൾ എന്നുള്ളത് കൊണ്ടാണോ പഞ്ചായത്ത് നടപടി എടുക്കാത്തത് എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മൾ നിയമപരമായിട്ട് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്, പഞ്ചായത്ത് രാജ് ആക്ട് 219N പ്രകാരം പഞ്ചായത്തിന് ഇവർക്കെതിരെ നടപടിയെടുക്കാം. പഞ്ചായത്ത് രാജ് ആക്ട് മാത്രമല്ല, കോടതിയുടെ നിയമം തന്നെയുണ്ട്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഒരു വിധത്തിലും ഒരു തെരുവുനായ്ക്കളെയും ഭക്ഷണം കൊടുക്കരുത്. സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ട് തെരുവുനായ്ക്കളെ ഭക്ഷണം കൊടുക്കുകയോ സംരക്ഷിക്കുകയോ എന്തുവാണെങ്കിലും ചെയ്തു. പ്രശ്നങ്ങൾ പറയുന്ന ഒരു വർത്തനാണ്, ഓൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നാട്ടുകാർ കടിക്കുന്നില്ലല്ലോ. കൊടുക്കുന്നതുകൊണ്ട് നാട്ടുകാർ കടിക്കുന്നുണ്ട്. ഇപ്പം നാളെ കൊടുക്കാണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ പിന്നെയും കടിക്കും. ഇപ്പോൾ കൊടുത്താലും കടിക്കുന്നുണ്ട്, കൊടുത്തില്ലെങ്കിലും കടിക്കുന്നുണ്ട്. ഇത്രയും സ്നേഹം കാണിക്കുന്ന ആളുകൾ ഒരു കൂട്ടായ്മ രൂപീകരിക്കുക. പോരാത്തിന് ഇവരൊരു മെമ്പറാണല്ലോ ഈ പറയുന്ന ആൾ. ഓരെന്താക്കുക, സ്വന്തം വാർഡിൽ ഈ തെരുവുനായ്ക്കളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക. ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് ഈറ്റകളെല്ലാം കൂട്ടിയിട്ട് ആളെ കൊണ്ടുപോയിട്ട് ആടുന്ന് ഭക്ഷണം കൊടുക്കുകയോ എന്തെന്ന് വെച്ചാൽ അതാകുമ്പോൾ നാട്ടുകാർക്കും ബുദ്ധിമുട്ടില്ല, കൊടുക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ല, ആർക്കും ബുദ്ധിമുട്ടില്ല. ആ രീതിയിൽ മുന്നോട്ട് വന്നിരിക്കും നല്ലതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങളും കൂടി പറയും. നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് ഈ നായ്ക്കൾ കാരണം ഒരു അപകടം പറ്റിയാൽ മാത്രമേ നമ്മളെന്താവും പ്രതിഷേധിക്കാൻ വരും. അതുവരെ നമ്മളെ സ്വന്തം വീടുകളിലേക്ക് ഈ ഒരു പ്രശ്നം എത്തുന്നത് വരെ അത് മറ്റുള്ളവരുടെ വിഷയങ്ങൾ മാത്രമായിരിക്കും. ആ ഒരു ചിന്താഗതിയിൽ നമ്മളെല്ലാവരും മാറി ചിന്തിക്കണം. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടടുത്ത് പ്രതിഷേധം രേഖപ്പെടുത്തണം. നമ്മളൊരിക്കലും ഒരു നായിനെയും അല്ലെങ്കിൽ തെരുവുനായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഇതിലൊന്നുമല്ല പറയുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ തീറ്റിക്കുകയോ വളർത്തുകയോ കൊണ്ടു നടക്കുകയോ എന്തുവാണെങ്കിലും ചെയ്തോ. പക്ഷേ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഞാനീ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്നല്ല. എൻ്റെ വീട്ടുകാർക്ക് കിട്ടുന്ന അതിൻ്റെ കടി കിട്ടിയില്ല, എൻ്റെ വീട്ടുകാരെ വയ്യുന്ന ഓടിക്കില്ല. പക്ഷേ എൻ്റെ നാട്ടുകാരെ വയ്യനെയും എനിക്കറിയുന്ന പല ആളുകളുടെയും വയ്യനെ ഓടുകയും ചെയ്ത് കടിക്കുകയും ചെയ്ത്. അപ്പോൾ ഈ നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക.